ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഗൈസ്. ഡേ 10 എത്തിയിട്ടുണ്ട്. നമ്മൾ 49 ചാലഞ്ചിൽ ഡേ 10 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാളും എത്തിയിട്ടുള്ളത് ഗോൾഡ് സൂക്കിലാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ മൂന്നാളാണ് കേട്ടുള്ളത്. അപ്പം നമുക്ക് ഗോൾഡ് സൂക്കിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം ഞങ്ങളിതാ ഗൈസ്, ഞാനിതാ ഓരോന്ന് നോക്കായിരുന്നു കേട്ടോ ഗോൾഡ്. അപ്പം ഇക്കങ്ങനെ പറയുന്നുണ്ട് നോക്കി വെള്ളം ഇറക്കണ്ടെന്ന്. എന്ത് ചെയ്യാം, നമുക്ക് അതിനൊക്കെയല്ലേ യോഗം. പിന്നെന്താ പറയുക, ഞങ്ങളിതങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഗോൾഡ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഗോൾഡ് സൂക്കിൽ വന്നാൽ. എന്താ പറയുക, നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഗൈസ് ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരം ഉണ്ട് കേട്ടോ. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതൊക്കെയല്ലേ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗിന്നസ് റെക്കോർഡിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഈ ഒരു ഷോപ്പിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ഡ്രസ്സ് പോലത്തെ ഗോൾഡിൻ്റെ മാലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അവിടെ. അതൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ വില 3,00,000 എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ അതിൻ്റെ അടുത്ത് പോയപ്പോൾ സാഫ്രോൺ എത്തിയിട്ടുണ്ട് കേട്ടോ. സാഫ്രോൺ നോക്കുമ്പോൾ ഗായ്സ്, സാഫ്രോണൊക്കെ വിലയാണെന്നറിയോ. ഒരിത്തിരി നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ 70 ദിർഹംസൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞത്. ഗോൾഡിൻ്റെ അതേ പ്രൈസ് തന്നെ കേട്ടോ സാഫ്രോണിന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഗൈസ് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പൊക്കെ ഓപ്പൺ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലിടക്ക് ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നിട്ട് ഇതാ ഞാൻ വീണ്ടും വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ബാംഗിൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ചില ഭാഗത്തുള്ള ഈ കാസർഗോഡ് കോഴിക്കോടുള്ള ആൾക്കാരെ കൈമിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല വീതിയുള്ള വള. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞത് അവിടെ ആ ഭാഗത്ത് ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ. അതുപോലെ ഇതാ ഗൈസ് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഗോൾഡിൻ്റെ ഒരു ലോഗാണ് എന്നുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഞാനിതാ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആർഭാടാവില്ല വെച്ചിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓരോ ഷോപ്പിലത്തെ പുറത്തത്തെ ഡിസൈൻസാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കൊരു ഷോപ്പിൽ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അകത്ത് കയറിയിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു അറബ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു 10 ദിർഹംസിൻ്റെ $10 റുപ്പീസ് ഇട്ടാൽ അവിടെ എന്താ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഓരോ ഭാഗത്ത് ഞാനിതങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. ഇക്കും മോളും ഇങ്ങനെ ബാക്കിലൂടെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വേഗം എടുക്കണം, നിങ്ങൾ കാണുന്നുണ്ടാവും ചില ഭാഗമൊക്കെ ക്ലോസ് ആണ് കേട്ടോ ഗൈസ്. അപ്പം ഇതൊക്കെ ഫുള്ള് എന്താ പറയുക, ഈ ഫുള്ള് ഒരു മാല മതി പറയുമല്ലോ നമ്മൾ, ആ ഒരു മാല മതി എന്ന് പറയുക. ഈ ഒരു മാല ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്കൊരു ഫുള്ള് കവറേജ് കിട്ടും. എന്താ ഇപ്പോൾ ഇതിനൊക്കെ പറയുകയല്ലേ. ഇതൊക്കെ പാര് മേടിക്കാനാണ് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടുത്തെ ട്രഡീഷണലാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ UAE ചില മാരേജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മാരേജിന് പോയിട്ടില്ല കേട്ടോ, UAE ട്രഡീഷണൽസിൻ്റെ മാരേജിന് പോയിട്ടില്ല. പക്ഷേ വീഡിയോസ് കണ്ടതിലൊക്കെ അവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാലൊക്കെ ഇടുന്നത്. പക്ഷെ എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അറബ്സ് ഇടുന്നതൊക്കെ മീൻസ് വീഡിയോയിൽ കേട്ടോ, ഡയറക്റ്റ് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറയാം എന്തപ്പോൾ ഈ കാണുന്നത്, ഒരു ഫുള്ള് നെക്ക് തൊട്ടിട്ട് താഴം വരെ എന്ന് പറയില്ല, അതുപോലെ ഗോൾഡിൻ്റെ ഒരു ചട്ട പോലത്തത്, ഒരു ഡ്രസ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര കൗതുകപരമായ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തപ്പോൾ വിളി പറയുന്നതെന്ന്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ്. പക്ഷെ നമുക്കൊന്നും ശരിയാവില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഒക്കെ പറയുന്നത് എന്തിനാ അങ്ങനെ കുറേ വീഡിയോ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്തത് ഡ്രസ്സോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗോൾഡിൻ്റെ ഡ്രസ്സ്. അപ്പം നമ്മൾ എന്താ വിചാരിച്ചത്, ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക, അപ്പോൾ എല്ലാവരും കാണണ്ടേ. അപ്പോൾ ഞാനിതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ്. അവർ നല്ലൊരു അറബ്സാണ് കേട്ടോ ഷോപ്പിൻ്റെ ഉള്ളിൽ. അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസൈഡ് കയറി വീഡിയോ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുത്തെ ഓരോ കളക്ഷൻസ് അവർ പറയുന്നുണ്ട് അതെടുത്ത് നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. കാരണം ഗോൾഡല്ലേ, അപ്പോൾ വെറുതെ എന്തിനാണ് നിൽക്കുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ മാത്രം മതി. ഇതൊക്കെ ട്രഡീഷണൽ ഗോൾഡാണ് കേട്ടോ, ഈ മറാത്തിയാളുടെ ട്രഡീഷണൽ ഗോൾഡാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ്സൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ 1 to 10 ഷോപ്പിലൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
ഞങ്ങൾ വേഗം ഇറങ്ങി. കാരണം ഒരു ഷോപ്പ് ഓപ്പണിംഗ് അല്ലേ, അപ്പോൾ പോയിട്ട് ഫസ്റ്റ് തന്നെ ഡിസ്റ്റർബ് ആക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം നമ്മൾ എത്തിയ ടൈം ശരിയല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിൽ ചെല്ല പിന്നെ ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നോട്ട് ആ തലവരെ നടക്കുമ്പോൾ കുറേ ഭാഗങ്ങളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുന്ന ടൈമിൽ വേറെ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നല്ല ഒരു വീഡിയോ എടുക്കാനുള്ള സ്പോട്ട്, എനിക്ക് അവിടെ ലാസ്റ്റിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡ് സൂക്കിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഞാനും മോളായിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും മോളെ കിട്ടിയപ്പോൾ ഹസ്ബൻഡിന് വേണ്ട, അങ്ങനെയല്ല കേട്ടോ ഗൈസ്. മുന്നേ നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോഴാണ് നമ്മൾ 2 പേരെ വീഡിയോ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ 2 ആളും കൂടിയിട്ടാണ് കേട്ടോ പോണത്, അതായത് അഞ്ചുമി ഞാനൊക്കെ അങ്ങനെ 3 ആളായിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്തരാൻ ആരുമില്ല കേട്ടോ. അത് കാരണമാണ് ഞങ്ങൾ 2 ആളും മോസ്റ്റ്ലി വീഡിയോസിൽ നിങ്ങൾ കാണുന്നത്. ഇക്കാരനെ സെൽഫി വീഡിയോസിലാവും മോസ്റ്റ്ലി കാണുന്നുണ്ടാവും കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ എത്തുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതാ ഞാൻ അബ്രയിൽ നിന്ന് വരുമ്പോഴുള്ള വന്ന പാട് നമ്മളിവിടെ എത്തില്ലേ ഗോൾഡ് സൂക്കിൻ്റെ മുന്നേ, അതിൻ്റെ മുന്നുള്ള കുറച്ച് വീഡിയോസും കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, പിന്നെ ഇതിനായിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അതിൻ്റെ മുന്നിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനൊന്നും നിന്നില്ല, കാരണം നമുക്ക് വീഡിയോ ആണല്ലോ മുഖ്യം. അപ്പോൾ അതാ ഇവിടെ എന്താണ് ആ ഒരു ബോക്സിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ എത്താൻ കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് വേറൊരു വഴിക്ക് പോകാനുള്ള അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ അങ്ങനെ പിന്നെ നമ്മൾ ആളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 9 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഷോപ്പൊന്നും ഓപ്പൺ അല്ല, എന്നാലും കുറേ ഷോപ്പൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. 10 ദിർഹംസിനൊക്കെ മിടിയുണ്ട്. പിന്നെ ഒരുപാട് ലൈറ്റിൻ്റെ ഷോപ്പുകളുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു വീഡിയോ ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരുപാട് സൂക്കുകളുണ്ട് കേട്ടോ. ഗ്രാൻഡ് സൂക്ക്, ദേര സൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൂക്കുകളുണ്ട് കേട്ടോ ഇവിടെ. ഗ്രാൻഡ് സൂക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഒരുവിധമൊക്കെ ട്രഡീഷണലായിട്ട് ഹെർബൽ സൂക്ക്, അതുപോലെ ഓരോ സെക്ഷൻസാണ് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഗോൾഡ് സൂക്കിലേക്കല്ലേ പോയത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇതും ഹെർബ് സൂക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അതുപോലെ തന്നെ ഇവിടെ ഓരോന്നിനും ഓരോ സൂക്കാണ് കേട്ടോ ഗൈസ്. ഇതുപോലെ ഈ ഒരു ചെറിയൊരു സൂക്ക് ഇവിടെ അജ്മാലിൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ മുന്നേ പോയതാണ് കേട്ടോ. കുറേ മുന്നേ വെച്ചാൽ 2 വർഷം മുന്നേ പോയതാണ്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണ്ട കേട്ടോ ഇൻഷാ അള്ളാ. പിന്നെ അതാ ഞാനെനിക്ക് മോളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. ചിലവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സ് ഇട്ട് നോക്കണമെങ്കിൽ ഇട്ട് നോക്കിക്കോ എന്നൊക്കെ. പിന്നെ അവിടെ ഈ ഇട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വരുമ്പോൾ ഓപ്പൺ ചെയ്ത ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്തതാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു എന്തിനാണ് നമ്മൾ നേരത്തെ വന്നത്, ഇതൊക്കെ അടച്ചിട്ടിരിക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു എടി മിഠായി എടുത്ത് തിന്നോ, ഇവിടെ കുഴപ്പമില്ല എന്ന്. ഞാൻ പറഞ്ഞു വേണ്ടക്ക, രാവിലെ തന്നെ എനിക്ക് മിഠായി വേണ്ട പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളോട് ദുബായ് ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മേളിയും കൂടി വീഡിയോ എടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട്. പക്ഷേ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് കമൻറ്റ്